ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടേ വീട്ടിലുള്ള തന്നെ മാങ്ങ അടുത്തൊരു രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. ചുമ്മാ റീൽ നോക്കിക്കൊണ്ടിരുമ്പോൾ കണ്ട ഒരു റെസിപ്പിയാണ്. 3 മാങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം മുഴുവനോടെ തന്നെ കുക്കറിലിട്ട് നന്നായിട്ട് വിസിലേക്ക് ഒരു 3-4 വിസിൽ മതി കേട്ടോ. അതിനുശേഷം ഈ ഒരു പരുവത്തിൽ കിട്ടും. അത് നന്നായിട്ട് ഒന്ന് മിക്സിയിലോ അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് ഞരടിയെടുത്താലും മതി. ഞരടിയെടുത്തതിന് ശേഷം പക്ഷേ കൈ കൊണ്ട് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് നമ്മൾ മിക്സിയുടെ ജാറിൽ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അടിച്ചെടുക്കുന്നതായിരിക്കും. അതിനുശേഷം ഒരു ജാറെടുത്ത് കൊച്ചുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, നല്ല ജീരകം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം വേറൊരു ഫ്രൈ പാന് വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച് കടുക് താളിച്ചിട്ട് വറ്റൽമുളക്, കറിവേപ്പില. ഞാൻ ഇവിടെ വറ്റൽമുളകിന് പകരം ഉണ്ടമുളകില്ലേ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടെ അതെനിക്ക് ഇഷ്ടമാണ്. അതിനുശേഷം ആ ക്രഷ് ചെയ്തിരിക്കുന്ന ഐറ്റംസും കൂടെ ഇട്ട് നന്നായിട്ട് വഴക്കുക എന്ന് വെച്ചാൽ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴക്കുക. അപ്പോൾ തന്നെ ഒരു സ്മെല്ലിങ്ങനെ വരും കേട്ടോ. അത് ഈ മിശ്രിതത്തിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതൊരു കുറുകുന്ന പരുവത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെങ്കിൽ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ലൂസാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ തൂവി എടുത്താൽ മാങ്ങാരസം റെഡിയാണ്.